റഹീം കയ്യൂർ സമരത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ and Abu Bakr. RSSന്റെ സ്വാതന്ത്ര്യ സമര കാഴ്ചപ്പാട് എന്താണ്? Sir, all of his letters to the British ended with the words, quote, your most obedient servant Vinayak Damodar Savarkar. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും പണിയാകുമെന്ന് തിരിച്ചറിയുന്ന ചെയർ ഇനി പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. നമസ്കാരം. വന്ദേ മാതരം 150-ാം വാർഷികത്തിന്റെ ചർച്ച പാർലമെന്റിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയത് എന്തിനായിരുന്നു എന്ന് പല വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. വെട്ടിമാറ്റപ്പെട്ട ഭാഗം എന്തിന് വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം പ്രധാനമന്ത്രി അടക്കം ഉന്നയിക്കുമ്പോൾ വെട്ടിമാറ്റപ്പെട്ട മുസ്ലിം വിരുദ്ധമായ അധ്യായത്തിന്റെ പുനരവതരണമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും വെട്ടിമാറ്റപ്പെടാൻ പറ്റാത്ത മുസ്ലിം പേരുകൾ തന്നെ വെട്ടിമാറ്റാനുള്ള ഗൂഢ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വലിയ മാധ്യമപ്രവർത്തകരും ചരിത്രകാരന്മാരും അടക്കം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്. അതാണ് ആത്യന്തികമായ ഉദ്ദേശം എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് അതിനെ അകത്തേക്ക് വന്ദേ മാതരത്തിൻ്റെ ആ അധ്യായത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ചരിത്രത്തെ മായ്ച്ചു കളയാൻ ഉള്ള ശ്രമം നടക്കില്ല എന്ന് നമ്മുടെ ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വന്ദേ മാതരം ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിൽ നിന്നുള്ളൊരു പ്രസംഗം റഹീം MP എന്നാണ്. റഹീം പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറും കോൺഗ്രസും വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പരിഹസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രസംഗങ്ങളാണ്. പല വാക്കുകൾ മുറിച്ചു മാറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തിനൊക്കെ വിധേയമായി നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, രാജ്യസഭയിലെ ഇടപെടൽ എടുത്തു പറയാതിരിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം സംസാരിക്കുന്നതും ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്തിയുമൊക്കെ നമ്മൾ മറ്റ് വീഡിയോകളിലും ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്നത് വന്ദേ മാതരം ചർച്ചയുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ സമയമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ ആ സമയം പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത വിധം പ്രകോപനപരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പോയിന്റുകൾ. അത് പ്രധാനമായും ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും നിഷ്കാസിതമാക്കാൻ ശ്രമിച്ചാലും നിഷ്കാസിതമാക്കപ്പെടാൻ കഴിയാത്ത വിധം പവർഫുള്ളായി നിൽക്കുന്ന കേരളത്തിലേതടക്കമുള്ള ചില സ്വാതന്ത്ര്യ സമര അധ്യായങ്ങളാണ്. അദ്ദേഹം ആ സമരങ്ങളിലൂടെ ഉദാഹരണമായി എടുത്തുകൊണ്ട് വളരെ ചുരുക്കി ഈ കാര്യത്തിൻ്റെ ഉദ്ദേശം ഏറ്റവും പവർഫുള്ളായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്ത് ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരുടെ കാഴ്ചപ്പാടിലേക്ക് കൂടി അദ്ദേഹത്തിലൂടെ പ്രസംഗം അവസാനിപ്പിക്കുന്ന സാഹചര്യം ചെയർ ഇടപെട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ചെയറിൽ നിന്ന് ഉണ്ടായ ഇടപെടൽ കൂടി, ചെയറിൽ ദിനേശ് ശർമ്മയാണ് ചെയറിൽ ഉണ്ടായിരുന്നത്, സ്പീക്കറല്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. INA-യുടെ ഭാഗമായിരുന്ന 4 പേരെ തൂക്കിക്കൊന്ന വക്കം അബ്ദുൽ ഖാദർ മുതൽ അനന്തൻ നായർ വരെയുള്ള മലയാളികൾ കൂടി ഉൾപ്പെട്ട ഒരു സംഘത്തിൻ്റെ സ്വാതന്ത്ര്യ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു അധ്യായം പറഞ്ഞുകൊണ്ടാണ് റഹീം തുടങ്ങിയത്. 10th September 1943, 4 warriors of Netaji Subhash Chandra Bose and INA army were hanged by the British at the St. George Fort, Madras. Wakam Abdul Khader, Anandan Nair, Fauja Singh and Bardan. Sir, only 2 people could be hanged at a time. One of those heroes was Wakam Abdul Khader, who hailed from Thiruvananthapuram. He requested the jail officials as his final wish, you kindly hang Anandan Nair with me. As Anandan Nair, also from Kerala, he further marked history with his immortal words. Sir, quote, you hang my comrade Anandan Nair with me. I am a Muslim and he is a Hindu. Let history record that a Muslim and a Hindu were hanged together for the fight against British colonialism. Sir, this is our history and this is our legacy. അതിന് പിന്നാലെ ഓരോ ഏടും, ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിൽ ഇന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ കയ്യൂർ സമരം, റഹീം കയ്യൂർ സമരത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. India fought against British rule irrespective of caste, creed and religion. That is why unity in diversity became the soul of Indian constitution. Sir, I would like to highlight another chapter of the history, the 1941 Kayur struggle. Madathil Appu, Kunyambu Nair, Chirukandhan and Abu Bakr were hanged together. They were communist and Kisan leaders. 1940-ലെ മറ്റൊരു അധ്യായം കൂടി റഹീം എടുത്തു പറഞ്ഞു. Sir, I would also like to recall another secular movement of our freedom struggle in 1940. During the anti-imperialist day protest, 2 communist leaders, Abu and Chatukutty, were shot dead by the British.
ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഏതൊരു സംഘപരിവാറുകാരും ആലോചിച്ച് നോക്കും. കാരണം അവർ ഈ നിർമ്മിത ചരിത്രത്തിൻ്റെ സമാന്തര ലോകത്ത് ജീവിക്കുന്ന ചരിത്ര കാഴ്ചപ്പാടുകൾ, സൃഷ്ടിക്കപ്പെട്ട ചരിത്ര കാഴ്ചപ്പാടുകളാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ അത് അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചെയറിന് ഇത് കേട്ടപ്പോൾ തന്നെ അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Muslims, Hindus, Christians, tribals and communists all fought against the British. What then was the role of Hindu Mahasabha and RSS? Sir, in India's freedom struggle. Sir, just a minute, sir. വന്ദേ മാതരം ചർച്ചകളിൽ ഓരോ ഘട്ടത്തിലും ഇത്തരം പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഓരോ ഘട്ടത്തിലും ഭരണപക്ഷം ബഹളം വെക്കുന്നത് സ്വാഭാവികമാണ്. രാജ്യസഭ ആയതുകൊണ്ട് പരിമിതമായ തോതിലേ അതുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. റഹീം രാജ്യസഭയിലിരുന്നാണ് സംസാരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് ഇങ്ങനെയുള്ള അധ്യായങ്ങളിലൂടെ കടന്നു വന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സംഘപരിവാറിൻ്റെ പങ്ക്, RSSന്റെ പങ്ക് എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഒരുപക്ഷെ സവർക്കർ അന്തമാൻ ജയിലിലിരുന്ന് എഴുതിയ 6ഓളം മാപ്പപേക്ഷകൾ, നിങ്ങളുടെ ഭൃത്യനായി ജീവിച്ചുകൊള്ളാം എന്ന് ബ്രിട്ടീഷുകാർക്ക് എന്നെ വെറുതെ വിടൂ, ഞാൻ ഇനി മുതൽ നിങ്ങൾ ഭൃത്യനായി ജീവിച്ചുകൊള്ളാം, നിങ്ങളുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ മാപ്പപേക്ഷകളുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അതും കൂടി പ്രകോപനപരമായി റഹീം ചൂണ്ടിക്കാണിച്ചു. Sir, the RSS was formed in 1925. Can you point out a single incident of RSS participation in the freedom movement, sir? Sir, a single incident? They considered that anti-British nationalism was a reactionary one, sir. ഒപ്പം ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് RSSന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ ബെഞ്ച് ഓഫ് തോട്ടും എടുത്തിട്ടു. Sir, bench of thought. You kindly go through the bench of thought by M.S. Goldwalker, page number 152 and 153. Sir, one more thing, sir. Sir, what is the participation of RSS? What is the participation of Hindu Mahasabha? This is the issue, sir. Sir, zero, sir. Sir, RSS participation can be most clearly seen in Savarkar's letters from the Cellar jail. Sir, just a minute, sir. Cellar jail. RSSന്റെ സ്വാതന്ത്ര്യ സമര കാഴ്ചപ്പാട് എന്താണ്? അത് ജയിലിൽ വെച്ച് സവർക്കർ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. Sir, all of his letters to the British ended with the words, quote, "Your most obedient servant, വിനായക് ദാമോദർ സവർക്കർ." ഇനിയും ഇത് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും പണിയാകുമെന്ന് തിരിച്ചറിയുന്ന ചെയർ ഇനി പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പങ്കുമില്ലാത്ത ഒരു കൂട്ടർ വന്ന് പറയുകയാണ്, മാപ്പപേക്ഷകളുടെ ഒറ്റുകൊടുത്ത ഒരു കൂട്ടർ പറയുകയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്ക് പങ്കില്ല എന്ന്. വന്ദേ മാതരത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട മുസ്ലിം വിരുദ്ധ വരികൾ വീണ്ടും ഉൾപ്പെടുത്താൻ അവർ നീക്കം നടത്തുന്നു. അത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രീണനം എന്ന് നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും BJPയുടെ ഈ തന്ത്രങ്ങൾ ഇതുപോലുള്ള പ്രസംഗങ്ങളിലൂടെയാണ് പ്രതിപക്ഷം പൊളിച്ചത്. ഒരുപക്ഷെ അപ്പോഴും അവരുടെ അധികാര കേന്ദ്രത്തിൻ്റെ സ്വാധീന ശക്തിയാൽ അവരുടെ ആശയങ്ങൾ, അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ അവർ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് നിഷ്പ്രഭമാക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞേക്കും. പക്ഷേ അപ്പോഴും ഇതുപോലുള്ള ബദൽ ശബ്ദങ്ങൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തെ വെളിയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇതുപോലുള്ള ചർച്ചകൾ സാധ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് മുന്നിൽ ഈ വന്ദേ മാതരം ചർച്ചയും വെക്കുന്നത്. നന്ദി, നമസ്കാരം.